ബന്ദികളെ ഉപയോഗിച്ച് ഹമാസിന്റെ പ്രചരണ വീഡിയോ. കഴിഞ്ഞ ദിവസം ഗാസയിലെ അൽ നുസ്രത്തിൽ നടന്ന ബന്ദിമോചന ദൃശ്യങ്ങൾ വേദിക്കരികിൽ വാഹനത്തിൽ മറ്റ് 2 ഇസ്രായേൽ ബന്ദികളെ എത്തിച്ച് കാണിച്ച് കൊടുക്കുന്നതാണ് ദൃശ്യങ്ങളിൽ പുറത്തുവന്നത്. ആഗോളതലത്തിൽ ഹമാസിന്റെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവസ്ഥലത്ത് ഹമാസിന്റെ ഈ നടപടിയെ ചോദ്യം ചെയ്ത് റെഡ് ക്രോസ് വോളണ്ടിയറായ യുവതിയും രംഗത്ത് വന്നു. הוא לא קולט אותנו. הוא קולט אותנו. בבקשה תציל אותנו, בבקשה תציל אותנו הביתה. בבקשה, אני רק רוצה לחזור הביתה, אני מתחנן. נתניהו, חלאס, גמרת אותנו. נתניהו, תוציא אותנו הביתה. കഴിഞ്ഞ ദിവസം 3 ഇസ്രായേലി ബന്ദികളായ ഒമർ വെൻഗറ്റ്, ഏലിയ കോഹൻ, ഒമർ ഷേംതോവ് എന്നിവരെ റെഡ് ക്രോസിന് കൈമാറിയ ഗാസയിലെ അൽ നുസ്രത്തിലാണ് വിവാദമായ ഈ സംഭവം അരങ്ങേറിയത്. ബന്ദികളെ കൈമാറ്റം ചെയ്യുന്ന ഹമാസ് പ്രൊപ്പഗാൻഡ സെറിമണി ഹമാസ് തടവിലുള്ള ഇസ്രായേലി ബന്ദികളായ ഗൈ ഗിൽബോവ, എവത്യാർ ഡേവിഡ് എന്നിവരെ വാഹനത്തിലെത്തിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഒപ്പം ബന്ദികളെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്തു. യുദ്ധം മതിയാക്കൂ, തങ്ങളെ രക്ഷിക്കൂ എന്ന് യാചിക്കുന്നതും വീഡിയോയിൽ കാണാൻ കഴിയും. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നൽകുന്ന സന്ദേശവും ബന്ദികൾ പങ്കുവയ്ക്കുന്നു. ശേഷം വാഹനത്തിന്റെ വാതിലടയുകയും ബന്ദികളെ തിരികെ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ബന്ദികളെ ഈ വിധത്തിൽ മാനസികമായി തകർക്കുന്ന ശ്രമമാണ് ഹമാസ് നടത്തുന്നതെന്നും ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ഇസ്രായേൽ പ്രതികരിച്ചു. ഹമാസ് തടവിൽ ബന്ദിയായി കഴിയുന്ന തങ്ങളുടെ മകൻ നിരാശനും ഭയചകിതനുമാണെന്ന് ബന്ദിയായ എവത്യാർ ഡേവിഡിന്റെ മാതാവ് ഒരു മാധ്യമത്തോട് വ്യക്തമാക്കി. അതേസമയം ഹമാസിന്റെ പ്രൊപ്പഗാൻഡ സെറിമണിയിൽ ഇങ്ങനെയൊരു രംഗം സൃഷ്ടിച്ചെടുത്ത ഹമാസിന്റെ സമാധാന കരാർ ലംഘനം ഗാസയിലെ റെഡ് ക്രോസ് വോളണ്ടിയർ വനിത ചൂണ്ടിക്കാട്ടിയത് ഏറെ ചർച്ചകൾക്ക് കാരണമായി. ഹമാസ് നേതാവിനോട് കയർക്കുന്ന ആ ധീരവനിതയുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.